ഹായ് സുഹൃത്തുക്കളെ, നമുക്കേ അടിപൊളി ഒരു അടാർ ഐറ്റമാണ് പരിപാടി കേട്ടോ. എന്താണെന്നറിയോ? നെല്ലിക്ക കാന്താരി. സൂപ്പറായിട്ട് ഒരു നെല്ലിക്ക കാന്താരി ഉണ്ടാക്കിയെടുക്കാം. മോളെ ഇതിന്റെ ബോട്ടിൽ ഇതാണോ? ഞങ്ങൾ വെളിയിൽ നിന്ന് കടയിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇതൊക്കെ കുടിച്ചിരുന്നത്. ഇപ്പൊ നമ്മളിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുകയാണ്. സിമ്പിളാണ്. നെല്ലിക്ക, കാന്താരി, പുതിന, കറിവേപ്പില, ഇഞ്ചി, ഇത്രയും ഐറ്റംസ് മതി നമുക്കിത് കുടിക്കാൻ വേണ്ടി. അപ്പം ഷുഗറൊക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് തീർച്ചയായിട്ടും, എനിക്ക് ഇച്ചിരി ഷുഗറൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണത് നെല്ലിക്ക കാന്താരി മേടിച്ച് കഴിക്കാൻ തുടങ്ങിയത്. ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്കിത് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്ന സാധനമാണ്. അതുകൊണ്ട് ഞങ്ങളത് ഉണ്ടാക്കി. നമുക്ക് നേരെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് അറിയണ്ടേ? അപ്പൊ വീഡിയോയിലേക്ക് കിടന്നാലും ഉണ്ടാക്കി കാണിച്ചു തരാം. കാന്താരി പറിച്ചിട്ട് വരാം. ഓക്കെ, എന്താടാ നീ എപ്പോഴും ഈ വാഴ പോലെ നിൽക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അയ്യോ അങ്ങനെ വേണ്ട, ഞങ്ങൾ പറിച്ചോളാം, നീ അവിടെ ഒന്നും ചെയ്യണ്ട. അവനിപ്പോ ഇത് മൊത്തത്തില് കട്ട് ചെയ്ത് കളയുന്ന തോന്നുന്നു. നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ള കേട്ടോ കാന്താരി. ഇതൊക്കെ നമ്മുടെ വീട്ടിലുള്ളതുകൊണ്ടാണ് നമ്മളിത് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. ലൈറ്റ് കൂടെ കൊടുത്ത് കാണിച്ചു കൊടുക്കടാ. ഇങ്ങടിപ്പുറത്ത് വാ കുട്ടി. കാന്താരിയൊക്കെ മൂത്ത് തുടങ്ങിട്ടോ. എന്താ നല്ല വലുത് കുറച്ചു ആദ്യത്തെ വലുത് എന്റെ കൈ കൊണ്ടല്ലേ. ഇതൊക്കെ കാന്താരി കുറച്ച് നമുക്ക് ഇത്രയും കിട്ടി. അപ്പൊ ഇനി നമുക്കിത് നെല്ലിക്ക കാന്താരി ഉണ്ടാക്കാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കിതിന് ആവശ്യമായിട്ടുള്ള കാന്താരി ഇട്ട് കൊടുക്കാം. ഞങ്ങള് ഇത്രയും ഇടുന്ന ഞങ്ങള് കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ്. അടുത്തായിട്ട് നമ്മള് പുതിനയിലാണ്. ഇതൊക്കെ എത്ര കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. കൂടുന്നതോട് ഇതിന്റെ വീര്യവും ടേസ്റ്റും കൂടുള്ള. ഇഞ്ചിയാണ്. കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതങ്ങനെ ഇട്ട് കൊടുക്കുക, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് നെല്ലിക്ക കട്ട് ചെയ്യാം. ഇതിനാവശ്യമായ നെല്ലിക്ക. ഇതൊക്കെ എത്ര നമുക്ക് കൂടുതൽ ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമ്മുടെ നെല്ലിക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്കത് അറിയാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്വല്പം മതി, ബാക്കി നമുക്ക് വെള്ളം പിന്നെ ചേർക്കാം. അപ്പൊ ഇത് നമുക്ക് നൈസായിട്ട് അരച്ചെടുക്കാം അല്ലെ. അപ്പൊ നൈസായിട്ടൊന്ന് അരഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. സാധാരണ ചേർക്കുന്ന ഇന്ദുപ്പാണ് ചേർക്കാറ്. നമ്മളടുത്ത് ഇന്ദുപ്പില്ല, ഉപ്പുള്ളതാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നു. വലിയ ജാറിനും ചെറിയ ജാറിലേക്ക് ഷിഫ്റ്റ് ചെയ്തായിരുന്നു, അറിയുന്നില്ല. പിന്നെ ചെറുതുങ്ങളെ ഞങ്ങൾ മാറ്റി ചെയ്തു. കളി കാന്താരിയിലല്ലേ, അതുകൊണ്ട് ഇനി കണ്ണിലും മൂക്കിലും ആവണ്ട. ഇതൊക്കെ ഒന്ന് സെറ്റാക്കി നമുക്ക് കുഴിച്ച് അരിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നല്ല തണുത്ത ഫ്രിഡ്ജിൽ വെച്ച വെള്ളം കേട്ടോ. നമുക്കൊന്ന് അരിച്ചെടുത്താലോ. നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഗ്ലാസ്സിലേക്ക് പകർത്താം. ഗ്ലാസ്സിലേക്ക് പകർത്തുന്നതിന് മുമ്പ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്കിത് ജ്യൂസ് കുടിക്കാൻ പറ്റും. ഒന്ന് നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് കഴിക്കാം, ഒന്ന് മോര് വെച്ചിട്ട് കഴിക്കാം. രണ്ടും ടേസ്റ്റാണ്. നിങ്ങൾ രണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളൂ കേട്ടോ. രണ്ടും അടിപൊളിയാണ്. അപ്പൊ നമുക്കൊന്ന് രണ്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ആദ്യ സ്റ്റെപ്പ് നമുക്ക് മോര് തന്നെ ആവാം. ഒരു 2 ടീസ്പൂൺ വീതം. മോര് നല്ല കട്ടിയാണ്. ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ സ്വല്പം. നമ്മൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടാണ് നമ്മൾ അത് അടിച്ചെടുത്തിരിക്കണേ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുന്നു, പിള്ളേർക്ക് കുടിക്കാൻ കൊടുക്കുന്നു. അപ്പൊ നമ്മൾ മോര് കൊണ്ട് എന്തോ ഫ്ലേവർ സെറ്റ് ചെയ്തിരുന്നു. പിള്ളേർക്കും ഞാനൊക്കെ ഒന്ന് കഴിച്ചിട്ട് എങ്ങനെയാണെന്ന് പറയാം. അച്ഛനെ പിടിച്ചോ, കഴിച്ചു നോക്കുക. അഭിമാനെ എരിവൊക്കെ ഉണ്ടാവും, അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചോളൂ കേട്ടോ. പിടിക്കണം.
അപ്പോൾ ഒന്ന് കഴിച്ചു നോക്കിയാൽ കഴിച്ചോളാ. മോരിന് അടിപൊളി. നീ കഴിച്ചില്ലേ? എരിവ് കുറച്ചുള്ളൂ. കുറച്ചേ ഉള്ളൂ. കുടിച്ചോ. എരിവ് നിനക്കായതുകൊണ്ട് കുറച്ചാലേടാ. ഞങ്ങൾ എരിവ് കുറച്ചേക്കാം. കാരണം വെള്ളം കുറച്ച് കൂട്ടിയെടുത്തേക്കാം. ഞാൻ കൂടുതൽ എടുത്തേക്കാം. പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ എരിവ് അധികം കണ്ടവാനും വേണ്ട വെച്ചിട്ട്. ഞാനും വൈഫൊക്കെ കഴിക്കണമെങ്കിൽ നല്ല മുളക് അത്യാവശ്യം കയറ്റിയെടുക്കും. അപ്പോൾ ഇത് കൊള്ളാം. നല്ല ഫ്ലേവർ. പിള്ളേർക്ക് കൊടുക്കാൻ അടിപൊളിയായിരിക്കും. ഇത് സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഫ്ലേവർ നോക്കാം. നാരങ്ങ വെച്ചിട്ട്. ഓക്കെ, നോക്കാം. അപ്പോൾ നമുക്ക് നാരങ്ങ വെച്ചുള്ള ഫ്ലേവർ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നാരങ്ങ പിഴിഞ്ഞെടുക്കാം. അപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്. നാരങ്ങ ഉള്ളതുകൊണ്ട് തന്നെ സ്വല്പം ഉപ്പ് കൂട്ടിയിടാം കേട്ടോ. അങ്ങനെ സൂപ്പറാവും. അപ്പൊ സെറ്റ്. ഇതിന്റെ ടേസ്റ്റ് കൂടി നോക്കിയാലോ? അതിന് മതി. ഇനി പറ, നമ്മളിപ്പോ 2 ഫ്ലേവർ കുടിച്ചില്ലേ? ഏത് ഫ്ലേവറാണ് നിങ്ങൾക്ക് ഇഷ്ടമായി? ആദ്യത്തെയാണോ? മോരായതുകൊണ്ട് ആദ്യത്തെയാണോ? ഒരു കാര്യം മനസ്സിലായി. ഇവർക്ക് ആദ്യം ഇഷ്ടമായത് മോരിന്റെ. കാരണം എന്താ പറയുക, അതിന്റെ മോരിന്റെ പുളി കൂടുതലുള്ളതുകൊണ്ട്. കാരണം അതിന്റെ എരിവ് കുറവായിരുന്നു. ഇതിന് അത്യാവശ്യം നാരങ്ങയുടേതായതുകൊണ്ട് നാരങ്ങ നീര് കുറവല്ലേ. അപ്പോൾ എരിവ് കാന്താരിന്റെ എരിവ് കൂടി നിൽക്കുന്നത്. പക്ഷെ എനിക്കിഷ്ടമായത് കേട്ടോ. നമ്മളെ പോലെ വലിയ ആൾക്കാർക്ക് കുടിക്കാൻ ഏറ്റവും ബെസ്റ്റ് ഇതാണ്. അപ്പോൾ പിള്ളേർക്ക് നിങ്ങൾ തൈരോട് നമുക്കും കഴിക്കാം. അപ്പോൾ എരിവ് ഇച്ചിരി കൂട്ടിയിടുന്നത് മാത്രം. ഇത് ഭയങ്കര സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഷുഗറൊക്കെ ഉള്ള ആൾക്കാർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് സിമ്പിളാണ്, ഒന്നുമില്ല. നമ്മൾ വരുമ്പോൾ കടയിൽ നിന്ന് വരുമ്പോൾ നെല്ലിക്ക് കാന്താരി വീട്ടിലുള്ളവർക്ക് ഇതൊന്നും പറയുകയോ വേണ്ടല്ലോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ നല്ല പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഞങ്ങളിതൊന്ന് ഫിനിഷ് ചെയ്യണം. ഓക്കെ, ബൈ.